ഈ 3 കാര്യങ്ങൾ ചെയ്യാണ്ട് നിങ്ങളുടെ ബ്രാഞ്ചിൽ സെയിൽസ് വരില്ല. നിങ്ങളുടെ ബ്രാഞ്ചിൻ്റെ പേജിൽ കുറേ ആസ്തറ്റിക് കണ്ടന്റ് മാത്രം ഉണ്ടാക്കിയിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ കോണ്ടന്റ് ഈ 3 ഗേറ്റ്സ് പാസ് ചെയ്യണം. ബ്രാൻഡ് അവയർനെസ്, കൺസിഡറേഷൻ, കോൾ ടു ആക്ഷൻ. ഇത് 3ഉം കൂടി ഒരു കോണ്ടന്റിൽ ചെയ്യണമെന്നല്ല, ഇത് ടൈം ടേക്കിംഗ് പ്രോസസ് ആണ്. 1 by 1 ചെയ്ത് കൊണ്ടുവരണം. ഫസ്റ്റ് തിങ്, ബ്രാൻഡ് അവയർനെസ്. ഇവിടെയാണ് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ ചെയ്യുന്ന മിസ്റ്റേക്ക്. ബ്രാൻഡ് അവയർനെസ്സിൽ നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ സോൾവ് ചെയ്യുന്ന പ്രോബ്ലത്തെ പറ്റിയാണ്. നിങ്ങളുടെ ബ്രാൻഡ് എന്താണെന്നുള്ള ഐഡന്റിറ്റി ഉണ്ടാക്കുന്നത് നിങ്ങൾ സോൾവ് ചെയ്യുന്ന പ്രോബ്ലത്തെ പറ്റി പറയുമ്പോൾ. ദെൻ സെക്കൻഡ് വൺ ഈസ് കൺസിഡറേഷൻ. ഇവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പറ്റി അല്ലെങ്കിൽ സൊല്യൂഷനെ പറ്റി സംസാരിക്കേണ്ടത്. നിലവിലുള്ള സൊല്യൂഷനിൽ നിന്ന് എന്തുകൊണ്ട് നിങ്ങൾ ചൂസ് ചെയ്യണം, ഇതാണ് കൺസിഡറേഷൻ. അവിടെ നിങ്ങൾ ഡിഫറൻസിയേഷൻ എന്താണ്, എന്ത് ബെനിഫിറ്റ് ആണ് കസ്റ്റമേഴ്സിന് നിലവിലുള്ള അൾട്ടർനേറ്റീവ് സൊല്യൂഷനിൽ നിന്ന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളത് ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഈ 2 ഗേറ്റും പാസ് ചെയ്തതിനാൽ മാത്രമേ നിങ്ങൾ ആളുകൾക്ക് ഇത് സെല്ല് ചെയ്യാൻ ശ്രമിക്കാവും. അത് നിങ്ങൾ ആഡ് റണ്ണിങ് ആയിക്കോട്ടെ, ഇൻഫ്ലുവൻസേഴ്സ് കൊളാബറേഷൻ ആയിക്കോട്ടെ, ഈ 2 ഗേറ്റ് ഗെയിൻറ്റേ ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഇത് ടൈം എടുത്തിട്ട് റിപ്പീറ്റഡ്ലി ചെയ്തിട്ട് ആളുകൾ ട്രസ്റ്റ് ഉണ്ടാക്കി വരേണ്ടതാണ്. ഞാൻ എൻ്റെ ബ്രാൻഡ് ബിൽഡ് ചെയ്യുമ്പം ഞാൻ സോൾവ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലത്തെ പറ്റി സംസാരിച്ചപ്പോഴാണ് എനിക്ക് കൂടുതൽ DMs വന്നത്. ദാറ്റ് മീൻസ് പീപ്പിൾ കെയർ അബൌട്ട് ദ പ്രോബ്ലം ദേ ആർ ഫേസിങ്, നോട്ട് ദ സൊല്യൂഷൻ.